ഹലോ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഇത്തൂട്ടന് വേണ്ട സ്കൂൾ ആക്സസറീസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. ബുക്ക് പൊതിയുന്ന പേപ്പറും നെയിൽ സ്ലിപ്പും ടിഫിൻ ബോക്സും അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. വലിയൊരു ലിസ്റ്റ് തന്നെ ഞാൻ ആക്കിയിട്ടുണ്ട്. കടമ്പ്രയാർ നിർത്തിയേച്ചാ. ഇപ്പൊ നമ്മള് കടമ്പ്രയാർ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ബോട്ടെല്ലാം ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ കടമ്പ്രയാർ എക്കോ ടൂറിസം അത് കഴിഞ്ഞു പോയി. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിട്ട്. ഇപ്പൊ മഴയൊക്കെ പെയ്ത് ഫുള്ള് പുഴയൊക്കെ നിറഞ്ഞിട്ട് നമുക്ക് ഇടയ്ക്കൊരു ദിവസം വരണമായിരുന്നല്ലേ രേശേട്ടാ? ഇതിന് എന്തൊക്കെ സാധന വേണ്ടേ? എന്തൊക്കെ സാധന വാങ്ങിക്കണ്ടേ? മുട്ടായി ഉണ്ടെങ്കിൽ സ്കൂളിൽ പോവും. അതെയോ? എന്തൊക്കെ സാധനം കുഞ്ഞിന് വേണ്ടേ പറഞ്ഞേ? മിഠായിയാ? മുട്ടായി മാത്രം മതി. ഇപ്പൊ മുട്ടായി വാങ്ങാനാ നമ്മളിപ്പോ കാക്കനാടേക്ക് പോന്നെ? വേറൊന്നും വേണ്ട? ഇന്ന് ഉച്ച കഴിഞ്ഞ് ഇങ്ങോട്ട് മഴയൊക്കെ കുറവല്ലേ രേശേട്ടാ? മഴ കുറവാ പൊതുവെ. ഇത്തൂടന്റെ പാർക്ക് അതാ. ഇത്തൂട്ട പാർക്കിൽ പോന്നോ? ഇപ്പൊ ഇനി ഇവിടെ പോണെന്ന് പറഞ്ഞിട്ടായിരിക്കും. ഇങ്ങോട്ടാണ് നമ്മൾ ഇത്തൂട്ടിനെ കൂട്ടിയിട്ട് ഇടക്കിടക്ക് വരുന്ന പാർക്ക്. ഞാൻ അതിന്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണത്. ഒരു നല്ല വാക്കിംഗ് സ്പേസാ. അതിന്റെ ഉൾഭാഗമാണ് ഇപ്പം കാണിച്ചിട്ടുള്ളത്. ഇതാണ് അതിന്റെ പുറത്തുനിന്നുള്ള കാഴ്ച. കാക്കനാട് സിഗ്നലിലാണ് ഇപ്പൊ നമ്മള്. കാക്കനാട് കലക്ടറേറ്റ് കഴിഞ്ഞോടെ കുറച്ചുകൂടെ മുന്നോട്ട് പോകാനുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ സ്കൂൾ മാർട്ടിലെത്തി. ഇതാണ് നമ്മൾ ഗൂഗിളിൽ കണ്ട കട. ഞങ്ങൾ ആദ്യം വിചാരിച്ച പെരുമ്പാവൂര് പോയിട്ട് സാധനം എല്ലാം വാങ്ങാനാ. പിന്നെ വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് കാക്കനാട് സ്കൂൾ ആക്സസറീസ് എല്ലാം കൂടിയിട്ട് ഒരു സ്ഥലത്ത് തന്നെ കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ടെന്ന് കണ്ടേ. നല്ല തിരക്കുണ്ടല്ലേ രേശേട്ടാ ഇവിടെ? കിഴക്കമ്പലത്തുനിന്ന് കാക്കനാടേക്കും അതുപോലെ പെരുമ്പാവൂരേക്കെല്ലാം ഏകദേശം ഒരേ ദൂരം തന്നെയാണെന്ന് തോന്നുന്നു. വലിയ വ്യത്യാസമൊന്നുമില്ല. ഷോപ്പിൽ നല്ല തിരക്കായിരുന്നേ. ഞങ്ങൾക്ക് വണ്ടിയൊന്നും വെക്കാൻ പാർക്കിംഗ് കിട്ടിയില്ല. പിന്നെ ഒരു ഗ്രൗണ്ടിൽ കൊണ്ടാ വെച്ചത്. അത് കുറച്ച് ദൂരമായിരുന്നു. തോട്ടിൻ്റെ കടയിലെത്തിയാടെ ബുക്കും പെൻസിലും പേനയും ഒന്നല്ല വേണ്ട. അവൻ കളിപ്പാട്ടം നോക്കി നടക്കുക. സ്കൂളിൽ കൊണ്ടോട്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ലാസ്റ്റ് നമുക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കാമെന്നും പറഞ്ഞിട്ട് രജിഷേട്ടൻ അവനെ ഒരു വിധത്തിൽ കൂട്ടിക്കൊണ്ട് വരിക ചെയ്യുന്നേ. ഇത്തൂട്ടൻ ആകെ കൺഫ്യൂഷൻ. ഇത്തൂട്ടം ഇവിടെ ടിഫിൻ ബോക്സിൻ്റെയും വാട്ടർ ബോട്ടിലിൻ്റെ ഒക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പല സൈസിൽ പല മോഡൽ. എന്നാൽ വലിയ റേറ്റും ഇല്ല. റീസണബിൾ റേറ്റാണ് എല്ലാത്തിനും. ഫ്യൂഷൻ ലഞ്ച് ബോക്സ് അതുപോലെ ഓരോ കമ്പാർട്ട്മെൻ്റ് ആയിട്ട് വരുന്ന ഇത്. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രമുണ്ട്. അതുപോലെ 2 സെക്ഷനായിട്ട് വരുന്നത് ചൂട് നിൽക്കുന്ന പാത്രങ്ങൾ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് 2-3 കമ്പാർട്ട്മെൻ്റ് ആയിട്ട് വരുന്ന ലഞ്ച് ബോക്സാണ്. പക്ഷേ ഞാൻ അതല്ല ഇത്തൂട്ടനെ എടുത്തേ. എനിക്കതിൻ്റെ അടപ്പ് അത്ര ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ വേറൊരു മോഡലാണ് അവനെടുത്തത്. അപ്പം നിങ്ങളെല്ലാവരും മക്കൾക്ക് സാധനം വാങ്ങിയിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വന്നോളൂ. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അത് തുറന്നേ ഇത്തൂട്ടെ. തുറന്നേ തുറന്നവന്. അപ്പം ഞങ്ങളങ്ങനെ ഏകദേശം സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നോക്കി വാങ്ങി കഴിഞ്ഞു. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ബോക്സിനോടൊന്നും വലിയ ക്രേസ് ഇല്ലാന്ന് തോന്നുന്നു. അധികം പിള്ളേർ ഇവിടെ നിന്ന് ഈ പൗച്ച് മോഡലാണ് എടുക്കുന്നത് കണ്ടേ. അപ്പം ഇത്തൂട്ടിന് ഒരു സ്പൈഡർമാൻ്റെ പൗച്ച് അവൻ തന്നെ അങ്ങ് എടുത്തു. മിഠായി നിനക്ക് ഞാൻ വാങ്ങിച്ചതല്ലേ? ഇത്തൂട്ടിനൊരു മുട്ടായും കൂടെ എടുത്തിട്ട് രജീഷേട്ടൻ അങ്ങനെ സാധനങ്ങളൊക്കെ ബില്ലാക്കാൻ വേണ്ടിയിട്ട് പോയേ. ഈ ഷോപ്പിൽ ശരിക്കും നോട്ട്ബുക്ക്, പെൻസിൽ, അങ്ങനെ സ്റ്റേഷനറി ഐറ്റംസും സ്റ്റഡി ടൂൾസ്, ആർട്ടിനും ക്രാഫ്റ്റിനൊക്കെ വേണ്ടത്, ടോയ്സ്, അതുപോലെ സ്പോർട്സിൻ്റെ ആക്സസറീസ്, ഫാൻസി, ഗിഫ്റ്റ് ഐറ്റംസ്, അങ്ങനെ എല്ലാം ഉണ്ട്. എല്ലാ ഭാഗങ്ങളൊന്നും എനിക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. തുടർന്ന് ഞങ്ങളിപ്പോൾ കുടയെടുത്തില്ല. കുടയാണോ റെയിൻകോട്ടാണോ വാങ്ങിക്കേണ്ടതെന്നൊരു കൺഫ്യൂഷൻ. അപ്പോൾ വിചാരിച്ചു അതേതായാലും പിന്നെ വാങ്ങിക്കാമെന്ന്. ബില്ലാക്കുന്നിടത്ത് നല്ല തിരക്കാൻ തോന്നുന്നു. രജിചേട്ടൻ ബില്ലാക്കാൻ പോയിട്ട് കുറേ നേരമായി. ഇതുവരെ വന്നില്ല.
ഈ സ്റ്റെയർ കയറിയിട്ട് മേലോട്ട് പോകുമ്പോഴാണ് അവിടെ ബാഗിൻ്റെ സെക്ഷനൊക്കെ വരുന്നത്. ഇത്തോട്ടൻ്റെ ബാഗ് നമ്മൾ കിറ്റെക്സിൻ്റെ ഫാക്ടറി ഔട്ട്ലെറ്റിൽ നിന്നാണ് വാങ്ങിയത്. സ്കൂബിയുടെ ബാഗ്. കുഞ്ഞ് വീണ്ടും ടോയ്സിൻ്റെ സെക്ഷനിലേക്ക് വന്നിട്ട് ഡംബിൾസ് ഒക്കെ എടുത്ത് പൊക്കുവാണ്. ഇനി ഇത് വേണമെന്ന് പറയുമോ എന്തോ. ജോറായ എക്സസൈസ് ചെയ്യലാണേ. പോയി സാരില്ല, ഇനി പുറത്തിറങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെ നമ്മൾ സാധനമൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഭയങ്കര മഴയാ. നമ്മളാണെ വണ്ടി അങ്ങ് കുറച്ച് ബേക്കിലോട്ടാ വെച്ചേ. അങ്ങോട്ട് പോവാനും പറ്റുന്നില്ല, കൊടയെ എടുത്തില്ല. ടൂട്ടനാണെ മഴയോട് കളിക്കുമല്ല ചെയ്യുന്നേ. വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഞങ്ങളൊരു കഫേയിൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നേ. ഒരു ഫുൾ ഓൺ കഫേയാണ്, ഫുൾ നൈറ്റ് അതുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും കാക്കനാടത്തെ ഒരു കിടിലൻ സ്പോട്ടാണ് ഇത്. നല്ല വൈബാണ് ഇവിടെ, ലൈറ്റും സെറ്റിങ്സും പാട്ടൊക്കെ ആയിട്ട്. ശരിക്കും ഞങ്ങൾ അങ്ങോട്ടൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അങ്ങനെ അവിടെ കയറി സമൂസയും പിന്നെ എഗ്ഗ് ബജിയൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ ഓരോന്ന് ഓർഡർ ചെയ്തു. കട്ട്ലറ്റിന് നല്ല ചൂടായിരുന്നേ. അത് കഴിച്ചിട്ട് ഇത്തൂട്ടൻ്റെ നാക്ക് ചെറുങ്ങനെ പൊള്ളിപ്പോയി. അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിയിട്ട് വീട്ടിലോട്ട് പോവുകയാണേ. അപ്പോൾ എന്തൊക്കെയാ വാങ്ങിയെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാവേ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചെറിയ വീഡിയോ കണ്ടൊന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.